ഈ ഒരു പെപ്പർ ചിക്കൻ കഴിച്ചിട്ടുള്ള എല്ലാവരും എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ടേസ്റ്റാണ്, എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ആദ്യം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലോട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് പൊടിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഈ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ ഒരു വലിയ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇത് കുക്ക് ചെയ്യാനുള്ള കടായിലോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ സമയം വേറൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 2 വലിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് പച്ചമണെല്ലാം മാറുന്ന സമയം ഒരു വലിയ തക്കാളിയും ചേർത്ത് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്കായിട്ട് വന്ന സമയത്ത് ഒരു ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് എന്താ പറയുക എല്ലാം ഒന്ന് വഴറ്റി അതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും വെള്ളം ഉണ്ടെങ്കിൽ അത് വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലോട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഒരു കൈപ്പിടി നട്ട്സ് ഒന്ന് കുതിർത്ത് സോക്ക് ചെയ്തിട്ടൊന്ന് അരച്ച് അത് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് കുരുമുളക് പൊടിയും ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെക്കുക. നല്ല അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു പെരണ്ടിരിക്കുന്ന ഒരു പരുവായിരിക്കും ഇത് ഉണ്ടാവാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.